നഗരസഭയായി മാറിയ പട്ടാമ്പിയിൽ ആദ്യ ഭരണസമിതി പിടിച്ചെടുക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF-ഉം LDF-ഉം. വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ച് UDF പ്രചാരണത്തിനിറങ്ങുമ്പോൾ കഴിഞ്ഞ 15 വർഷമായി പഞ്ചായത്ത് ഭരിച്ചിട്ടും ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ UDF-നായില്ലെന്നാണ് LDF-ന്റെ ആരോപണം. ഒരു പഞ്ചായത്ത് യാതൊരു കൂട്ടിച്ചേർക്കലുമില്ലാതെ അതുപോലെ നഗരസഭയായി മാറിയതാണ് പട്ടാമ്പിയിലെ പോരാട്ടം ആവേശത്തിലാക്കുന്നത്. പഞ്ചായത്തിൽ 15 വാർഡുണ്ടായിരുന്നെങ്കിൽ നഗരസഭയായപ്പോൾ അത് 28ആയി മാറിയെന്ന വ്യത്യാസം മാത്രമാണ് ആകെയുള്ളത്. മുസ്ലിം ലീഗും കോൺഗ്രസും തുല്യശക്തികളായതിനാൽ UDF-നുള്ളിലെ സീറ്റ് വിഭജനം കുറച്ച് അസ്വാരസ്യത്തോടെയാണ് പൂർത്തിയായത്. 15 സീറ്റിൽ കോൺഗ്രസും 13 സീറ്റിൽ മുസ്ലിം ലീഗും ഇവിടെ മത്സരിക്കും. നഗരസഭയിലെ ആദ്യ ഭരണം തങ്ങൾ നേടുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇവർ. പട്ടാമ്പി പഞ്ചായത്ത് UDF ഒറ്റക്കെട്ടായതുകൊണ്ട് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മുനിസിപ്പാലിറ്റി UDF തിരിച്ചുപിടിക്കും, അതിന് യാതൊരു സംശയവും ഉണ്ടാകും. പഞ്ചായത്ത് ഭരണം UDF-നായിരുന്നുവെങ്കിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി CPM ആണ്. അതുകൊണ്ട് തന്നെ നഗരസഭയിൽ മികച്ച മുന്നേറ്റം നടത്താൻ കഴിയുമെന്നാണ് ഇവർ കരുതുന്നത്. CPIM 27 സീറ്റിലും CPI 1 സീറ്റിലുമാണ് മത്സരിക്കുക. 15 വർഷം തുടർച്ചയായി പഞ്ചായത്ത് ഭരിച്ചിട്ടും ഒരു ജനകീയ പ്രശ്നവും പരിഹരിക്കാൻ UDF-ന് സാധിച്ചിട്ടില്ലെന്ന് CPIM ആരോപിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തെ UDF-ന്റെ ഭരണം ഈ പഞ്ചായത്തിൽ വികസന രംഗത്ത് വലിയ മുരടിപ്പാണ് ഉണ്ടായിട്ടുള്ളത്. പഞ്ചായത്തിൽ 1 സീറ്റുണ്ടായിരുന്ന BJP-യും നഗരസഭയിൽ നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ്. റിപ്പോർട്ടർ, പാലക്കാട്.